നമസ്കാരം. പ്രധാന വാർത്തകൾ. MBA ഉത്തരക്കടലാസ് നഷ്ടമായ സംഭവം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അധ്യാപകനെതിരെ കർശന നടപടി. കേരള സർവകലാശാലയിലെ MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരനായ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടേക്കും. ഇക്കാര്യത്തിൽ VC ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. വൈസ് ചാൻസലർക്ക് അന്വേഷണ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ബൈക്കിൽ ഉത്തരക്കടലാസ് പാലക്കാട്ടേക്ക് കൊണ്ടുപോയത് വീഴ്ചയെന്നാണ് അന്വേഷണ സമിതി റിപ്പോർട്ട്. പൂജപ്പുര ICM കോളേജിലെ ഗസ്റ്റ് ലെക്ചററാണ് അധ്യാപകൻ. പുനഃപരീക്ഷയ്ക്ക് വേണ്ടി വന്ന ചെലവ് ഈ കോളേജിൽ നിന്നും ഈടാക്കാനും തീരുമാനമുണ്ട്. സുഹൃത്തിനെ രക്ഷിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. തൃശൂരിൽ ഒഴുക്കിൽപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ട് 4:30 സംഭവം. പഴയലക്കടി പള്ളിപ്പറമ്പിൽ വിശ്വജിത്താണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ കൂട്ടുകാരനോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു വിശ്വജിത്ത്. കുളിക്കുന്നതിനിടെ കൂട്ടുകാർ ഒഴുക്കിൽപ്പെടുകയും ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് വിശ്വജിത്തിനെ കാണാതാവുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിലാണ് വിശ്വജിത്തിനെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോയമ്പത്തൂരിൽ മലയാളികളായ ബേക്കറി ഉടമകളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശികളായ ജയരാജ, മഹേഷ് എന്നിവരെയാണ് കോയമ്പത്തൂർ വിശ്വനാഥപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് സമീപമുള്ള തുടയല്ലൂരിലാണ് ഇരുവരും ബേക്കറി നടത്തിയിരുന്നത്. ബേക്കറി തുറന്നു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാരും ഇരുവരുടെയും വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. മഹേഷിനെ കഴുത്തറുത്ത നിലയിലും ജയരാജിനെ തൂങ്ങിമരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരും അവിവാഹിതരാണ്. സംഭവത്തിൽ തുടയല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇരുവരുടെയും മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തടവുകാർ ജയിൽ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു. കൈക്ക് പൊട്ടൽ. കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരുടെ ആക്രമണത്തിൽ ജയിൽ ജീവനക്കാരന് പരിക്കേറ്റു. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ അഖിൽ മോഹനാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 3:30 സംഭവം. അമ്പലമേട് പോലീസ് സ്റ്റേഷൻ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ജയിൽ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചത്. സഹോദരങ്ങളായ അഖിൽ ഗണേശൻ, അജിത് ഗണേശൻ എന്നിവരാണ് അക്രമം അഴിച്ചുവിട്ടത്. പ്രതികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും തടയാൻ ചെന്ന ജയിൽ വാർഡന് പരിക്കേറ്റു എന്നാണ് വിവരം. ഡ്യൂട്ടിക്കിടെ പോലീസുകാർ മദ്യപിച്ച സംഭവം. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൊല്ലം പത്തനാപുരത്ത് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിന് നാട്ടുകാർ പിടികൂടിയ പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടി. ഗ്രേഡ് SI സുമേഷ്, CPO മഹേഷ് എന്നിവരെയാണ് കൊട്ടാരക്കര റൂറൽ SP സാബു മാത്യു അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 2 ദിവസം മുമ്പാണ് അർദ്ധരാത്രിയോടെ പത്തനാപുരം പട്ടണത്തിൽ കൺട്രോൾ റൂം വാഹനത്തിലെത്തിയ 2 പോലീസുകാർ മദ്യപിച്ച് ലക്കുകെട്ട് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. സ്ഥലത്തു നിന്നും കടന്നു കളയാൻ ശ്രമിച്ച ഇരുവരെയും തടഞ്ഞുവെച്ചു. പോലീസ് വാഹനത്തിനുള്ളിൽ മദ്യക്കുപ്പികൾ ഉൾപ്പെടെ നാട്ടുകാർ കണ്ടെത്തി. ഇതോടെ തടഞ്ഞു നിർത്തിയവരെ ഇടിച്ചു തെറിപ്പിക്കും വണ്ണം അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് പോലീസുകാർ കടന്നു കളഞ്ഞു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കൺട്രോൾ റൂം ഗ്രേഡ് SI സുമേഷ്, CPO മഹേഷ് എന്നിവരെ തിരിച്ചറിഞ്ഞത്.